വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ വണക്കമാസം 11-ാം തീയതി. നസ്രത്തിലെ ത്രിത്വം. സ്വർഗത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്നേഹത്തിലൊന്നായി ത്രിത്വമാകുന്നതുപോലെ നസ്രത്തിൽ യൗസേപ്പും മറിയവും ഈശോയുടെ സ്നേഹത്തിൽ ഒന്നായി വർത്തിച്ചു. സഭാപിതാവായ വിശുദ്ധ ജെറോം ഈ കൂട്ടായ്മയെ നസ്രത്തിലെ ത്രിത്വം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. എല്ലാ സാഹചര്യങ്ങളിലും നസ്രത്തിലെ ഈ മൂന്നാളുകൾ ദൈവഹിതം നിറവേറ്റുന്ന കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരുന്നു. ഈശോയുടെ ആഗമനം വരെ നസ്രത്ത് വളരെ അവഗണിക്കപ്പെട്ട ഒരു കുഗ്രാമമായിരുന്നു. നല്ല നടപ്പാതകളില്ലാതിരുന്നതിനാൽ കർഷക പ്രധാനമായ ഈ ഗ്രാമത്തെ വഴിയാത്രക്കാർ അവഗണിച്ചിരുന്നു. മുന്തിരിത്തോപ്പുകൾ നിറഞ്ഞ ഈ ഗ്രാമത്തെ വിശുദ്ധ ജെറോം കുസുമഗിരി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രാമത്തിൽ നിന്ന് പ്രത്യേകമായ ഒരു നന്മയും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് നസ്രത്തിലെ ത്രിത്വം അതിനെ പ്രശസ്തമാക്കിയത്. ജപം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഹൃദയം സൃഷ്ടിച്ചു തന്ന അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. നസ്രത്തിലെ തിരുകുടുംബത്തിൽ ഈശോയും മറിയവും യൗസേപ്പും സ്നേഹത്തിലൊന്നായി വർത്തിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും സ്നേഹത്തിൽ ഒന്നായി ജീവിക്കാൻ സഹായിക്കണമേ. ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ ഞങ്ങളിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന സത്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവേ, ലോകരക്ഷകനായ ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, പരിശുദ്ധ കന്യകാമറിയമേ, സൗഭാഗ്യവാനായ വിശുദ്ധ യോസേപ്പേ, ദാവീദിൻ്റെ വിശിഷ്ട സന്താനമായ വിശുദ്ധ യോസേപ്പേ, ഗോത്രപിതാക്കളുടെ പ്രകാശമായ വിശുദ്ധ യോസേപ്പേ, ദൈവജനനിയുടെ ഭർത്താവായ വിശുദ്ധ യോസേപ്പേ, ദൈവകുമാരൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ യോസേപ്പേ, ഈശോയുടെ ജാഗ്രതയുള്ള സംരക്ഷകനായ വിശുദ്ധ യോസേപ്പേ, തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ യോസേപ്പേ, ഏറ്റവും നീതിമാനായ വിശുദ്ധ യോസേപ്പേ, മഹാവിരക്തനായ വിശുദ്ധ യോസേപ്പേ, മഹാവിവേകിയായ വിശുദ്ധ യോസേപ്പേ, മഹാധീരനായ വിശുദ്ധ യോസേപ്പേ, ഏറ്റവും അനുസരണയുള്ള വിശുദ്ധ യോസേപ്പേ, മഹാവിശ്വസ്തനായ വിശുദ്ധ യോസേപ്പേ, ക്ഷമയുടെ ദർപ്പണമായ വിശുദ്ധ യോസേപ്പേ, ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനായ വിശുദ്ധ യോസേപ്പേ, തൊഴിലാളികളുടെ മാതൃകയായ വിശുദ്ധ യോസേപ്പേ, കുടുംബജീവിതക്കാരുടെ മാതൃകയായ വിശുദ്ധ യോസേപ്പേ, കന്യകകളുടെ സംരക്ഷകനായ വിശുദ്ധ യോസേപ്പേ, നിർഭാഗ്യവരുടെ ആശ്വാസമായ വിശുദ്ധ യോസേപ്പേ, രോഗികളുടെ ആശ്രയമായ വിശുദ്ധ യോസേപ്പേ, ആസന്ന മരണരുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പേ, പിശാചുക്കളുടെ പരിഭ്രമമായ വിശുദ്ധ യോസേപ്പേ, തിരുസഭയുടെ പാലകനായ വിശുദ്ധ യോസേപ്പേ, ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു. തൻ്റെ സകല സമ്പത്തുക്കളുടെയും നായകനുമാക്കി.
പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിശുദ്ധനുമായ യോസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. തിരുക്കുടുംബത്തിൻ്റെ ചൈതന്യമായ വിശുദ്ധ യോസേപ്പെ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു.